ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ഗ്രാഫിനകത്തുള്ള ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഒരു ഗ്രാഫിലെ രണ്ട് വെർട്ടിസസിന് ഇടയിൽ വരുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്ത്, വെർട്ടിസസിന് ഇടയിലുള്ള എഡ്ജസിന് നമ്മൾ വെയ്റ്റ്സ് അസൈൻ ചെയ്യും. ആ വെയ്റ്റ്സിന്റെ സമ്മ് ഏറ്റവും മിനിമം ആവുന്ന രീതിയിൽ ഒരു വേർട്ടെക്സിൽ നിന്ന് വേറൊരു വേർട്ടെക്സിലേക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന പാത്ത്, അതാണ് ഷോർട്ടസ്റ്റ് പാത്ത്. മിനിമം വെയ്റ്റ്സ് ആയിരിക്കണം വരുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. ആ രീതിയിൽ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം തന്നെ നമുക്ക് സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം വരുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത്, അതുപോലെ തന്നെ ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത്. ഇത്രയും ടൈപ്സ് വരുന്നുണ്ട് ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം. സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ ഒരു സോഴ്സിൽ നിന്ന് മറ്റ് എല്ലാ വെർട്ടിസസിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് എഡ്ജിന്റെ വെയ്റ്റ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ. ഇനി സിംഗിൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ ഒരു ഗിവൺ സോഴ്സിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓൾ പെയേഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ വെർട്ടെക്സിൽ നിന്നും മറ്റെല്ലാ വെർട്ടക്സിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് ഓൾ പെയേഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും കൂടെ എഴുതുവാണ് എടുത്ത്. സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത്, ഓക്കെ. ദെൻ സിംഗിൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത്, അതുപോലെ തന്നെ ഓൾ പെയേഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത്. ഓക്കെ, ഡെഫിനിഷൻസ് ഒന്നും കൂടെ പറയുവാണ്. സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ ഫ്രം വൺ സോഴ്സ് ടു ഓൾ അതർ വെർട്ടിസസ്. സിംഗിൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത് ആണെങ്കിലോ ഫ്രം എ ഗിവൺ സോഴ്സ് ടു എ പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ. ഓൾ പെയേഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ ഫ്രം എവറി വെർട്ടെക്സ് ടു എവറി അതർ വെർട്ടെക്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കീ ടെർമിനോളജീസ് എന്ന് പറയുമ്പോൾ വെയിറ്റ് നമുക്കറിയാം. അതായത് ഒരു എഡ്ജിന് നമ്മൾ അസൈൻ ചെയ്യുന്ന കോസ്റ്റ് ആവാം, ഡിസ്റ്റൻസ് ആവാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ടൈം ആയിരിക്കാം നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് വെയിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പാത്ത് എന്ന് പറയുമ്പോൾ സീക്വൻസ് ഓഫ് എഡ്ജസ് ജോയിനിങ് ടു വെർട്ടിസസ്. ഓക്കെ, നൗ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a path that starts and ends at the same vertex, അതാണ് സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ ദർ ഈസ് നെഗറ്റീവ് സൈക്കിൾ. അതായത് ഒരു സൈക്കിൾ അതിന്റെ ടോട്ടൽ വെയിറ്റ് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് സൈക്കിൾ എന്നാണ് അതിനെ പറയുക. അൽഗോരിതം ഡിസൈനിലൊക്കെയാണ് ഈ നെഗറ്റീവ് സൈക്കിൾ എന്ന് പറയുന്ന ടെർമിനോളജി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കോമൺ ആയിട്ടുള്ള ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതംസ് ആണ് ഇവിടെ നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. ഡയക്സ്ട്രാസ് അൽഗോരിതം, ബെൽമാൻ ഫോർഡ് അൽഗോരിതം, അതുപോലെ ഫ്ലോയ്ഡ് വാർഷൽ അൽഗോരിതം. ഒന്നുകൂടെ ഉണ്ട്, നമുക്ക് BFSനെയും കൂടെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതായത് അൺവെയ്റ്റഡ് ഗ്രാഫ്സിന്റെ കേസസിൽ നമുക്ക് വേണമെങ്കിൽ BFSും കൂടെ പറയാം. ഇതിൽ ഈ ഡയക്സ്ട്രാസ് അൽഗോരിതം എന്ന് പറയുമ്പോൾ സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് അതാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് ഫ്രം വൺ സോഴ്സ് ടു ഓൾ അതർ വെർട്ടിസസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഡയക്സ്ട്രാസ് അൽഗോരിതം സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് ആണ്. ബെൽമാൻ ഫോർഡും സെയിം തന്നെയാണ്, പക്ഷെ ഫാസ്റ്റ് ആണ് കേട്ടോ. ഡയക്സ്ട്രാസ് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ഫാസ്റ്റ് ആണ്. BFSും സെയിം തന്നെയാണ്. ഓക്കെ, സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് ആണ്. പക്ഷെ ഫ്ലോയ്ഡ് വാർഷൽ മാത്രം എന്താണ്, APSP ആണ് കേട്ടോ. ഓൾ പെയേഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് ആണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഡയക്സ്ട്രാസ് നെഗറ്റീവ് വെയ്റ്റ്സ് സപ്പോർട്ട് ചെയ്യില്ല, അത് ഓർത്ത് വെക്കുക. നെഗറ്റീവ് വെയ്റ്റ്സ് സപ്പോർട്ട് ചെയ്യില്ല. ബാക്കിയെല്ലാം അത് നെഗറ്റീവ് വെയ്റ്റ്സ് സപ്പോർട്ട് ചെയ്യും. BFS അൺവെയ്റ്റഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ.
ബാക്കിയെല്ലാം നെഗറ്റീവ് വെയ്റ്റ്സ് എഡ്ജസിന് കൊടുക്കുകയാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യും. സോ ഇതിനകത്ത് 3 അൽഗരിതംസിന്റെയും വർക്കിംഗ് അല്ല, നമുക്ക് ഇതിനെക്കുറിച്ചുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, പോയിന്റ്സ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സോ ഇതിന്റെ പർപ്പസ്, ഓരോന്നിന്റെയും പർപ്പസ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഡൈക്സ്ട്രാസ് ആണെങ്കിലും ബെൽമാൻ ഫോർഡ് ആണെങ്കിലും സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് അത് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഫ്ലോയ്ഡ് വാർഷൽ നമ്മൾ ഓൾ പെയർസ് ഷോർട്ടസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മൂന്നും ഡയറക്റ്റഡ് ഓർ അൺഡയറക്റ്റഡ് ഗ്രാഫ്സിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഡൈക്സ്ട്രാസ് നമുക്ക് നോൺ നെഗറ്റീവ് വെയ്റ്റ്സ് മാത്രമേ, ആ ടൈപ്പ് ഗ്രാഫ് മാത്രമേ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ബെൽമാൻ ഫോർഡിലും ഫ്ലോയ്ഡ് വാർഷലിലും നമുക്ക് നെഗറ്റീവ് വെയ്റ്റ്സും ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നെഗറ്റീവ് എഡ്ജ് ഡൈക്സ്ട്രയിൽ സപ്പോർട്ട് ചെയ്യില്ല, ബെൽമാൻ ഫോർഡിലും ഫ്ലോയ്ഡ് വാർഷലിലും നെഗറ്റീവ് എഡ്ജ് സപ്പോർട്ട് ചെയ്യും. ഡൈക്സ്ട്രേന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ മെട്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഓർഡർ ഓഫ് വി സ്ക്വയർ ആണ് വരിക. മിൻ ഹീപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓർഡർ ഓഫ് വി പ്ലസ് ഇ ആണ് ടൈം കോംപ്ലക്സിറ്റി വരിക കേട്ടോ. ഇനി ബെൽമാൻ ഫോർഡിലാണെങ്കിൽ ഓർഡർ ഓഫ് വി ഇൻറ്റു ഇ ആയിരിക്കും ടൈം കോംപ്ലക്സിറ്റി വരുന്നത്. ഫ്ലോയ്ഡ് വാർഷലിലാണെങ്കിൽ ഓർഡർ ഓഫ് വി ക്യൂബ് ആയിരിക്കും ടൈം കോംപ്ലക്സിറ്റി വരിക. ഈ ഡൈക്സ്ട്രാസ് സ്പാർസ് ഗ്രാഫ്സിൽ അതുപോലെ തന്നെ ഫാസ്റ്റ് ഓൺ നോൺ നെഗറ്റീവ് എഡ്ജ് വെയ്റ്റ്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഗ്രാഫ്സ് വിത്ത് നെഗറ്റീവ് വെയ്റ്റ്സ് ആണെങ്കിൽ ബെൽമാൻ ഫോർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഡെൻസ് ഗ്രാഫ്സിലും അല്ലെങ്കിൽ ഈ APSP എപ്പോഴാണോ നമുക്ക് ആവശ്യമുള്ളത് അപ്പോഴൊക്കെയാണ് നമ്മൾ ഫ്ലോയ്ഡ് വാർഷൽ അൽഗരിതം യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ഡൈക്സ്ട്രാസിലും ബെൽമാൻ ഫോർഡിലും നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ഫ്ലോയ്ഡ് വാർഷലിൽ നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഡൈക്സ്ട്രാസിൽ അതൊരു ഗ്രീഡി അപ്രോച്ച് ആണ്. ഓക്കെ, കോൺസിക്വൻസസ് ഒന്നും നമ്മൾ നോക്കാതെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ഗ്രീഡി അപ്രോച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡൈക്സ്ട്രാസ് ഒരു ഗ്രീഡി അപ്രോച്ച് ആണ്, ബട്ട് ബോത്ത് ബെൽമാൻ ഫോർഡ് ആൻഡ് ഫ്ലോയ്ഡ് വാർഷൽ ആർ നോട്ട് ഫോളോയിങ് ഗ്രീഡി അപ്രോച്ച്. ഈ ഡൈക്സ്ട്രാസിൽ നമ്മൾ പ്രയോറിറ്റി ക്യൂ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഒന്നുകൂടെ കോൺസെപ്റ്റുകൾ പറയുകയാണ്. ഡൈക്സ്ട്രാസിനകത്താണെങ്കിൽ എന്തായിരിക്കും നമ്മൾ, ഇറ്റ് വർക്ക്സ് ഓൺലി വിത്ത് നോൺ നെഗറ്റീവ് എഡ്ജ് വെയ്റ്റ്സ്, അതുപോലെ ഗ്രീഡി അപ്രോച്ച് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. കോമൺ ഇംപ്ലിമെന്റേഷൻ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു, പ്രയോറിറ്റി ക്യൂ ആയിരിക്കും, അല്ലെങ്കിൽ വേണമെങ്കിൽ മിൻ ഹീപ്പ് യൂസ് ചെയ്യാം നമുക്ക്, അല്ലേ? നെഗറ്റീവ് വെയ്റ്റ്സ് ഉള്ള ഗ്രാഫ്സിൽ ഇത് വർക്ക് ചെയ്യില്ല. ദിസ് ഇസ് ഫാസ്റ്റർ ഫോർ ഡെൻസ് ഗ്രാഫ്സ് വിത്ത് ഓൾ പോസിറ്റീവ് വെയ്റ്റ്സ്, അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ബെൽമാൻ ഫോർഡിലാണെങ്കിലോ, ബെൽമാൻ ഫോർഡിനകത്ത് നെഗറ്റീവ് വെയ്റ്റ്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. നെഗറ്റീവ് വെയ്റ്റ് സൈക്കിൾസ് ഡിറ്റക്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. പക്ഷേ ഡൈക്സ്ട്രേനേക്കാൾ സ്ലോവർ ആയിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നു ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് വി ഇൻറ്റു ഇ ആണ് എന്നുള്ളത്, അല്ലേ? നെഗറ്റീവ് എഡ്ജസ് പ്രസന്റ് ആണെങ്കിൽ നമ്മൾ ബെൽമാൻ ഫോർഡ് യൂസ് ചെയ്യും. ഇനി ഫ്ലോയ്ഡ് വാർഷലിന്റെ കേസിലാണെങ്കിൽ, ഫ്ലോയ്ഡ് വാർഷൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് കമ്പ്യൂട്ട്സ് ഷോർട്ടസ്റ്റ് പാത്സ് ബിറ്റ്വീൻ ഓൾ പെയർസ് ഓഫ് വെർട്ടീസസ്. നെഗറ്റീവ് വെയ്റ്റ്സ് ഹാൻഡിൽ ചെയ്യാനും പറ്റും, നെഗറ്റീവ് സൈക്കിൾസ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനും പറ്റും. ടൈം കോംപ്ലക്സിറ്റി നമ്മൾ പറഞ്ഞു ഓർഡർ ഓഫ് വി ക്യൂബ് ആയിരിക്കും. വലിയ ഗ്രാഫുകളാണെങ്കിൽ അപ്പൊ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല, ഓർഡർ ഓഫ് വി ക്യൂബ് ആണ് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത് കേട്ടോ. പിന്നെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രോബ്ലംസ് ലൈക്ക് ട്രാൻസിറ്റീവ് ക്ലോഷർ, റീച്ചബിലിറ്റി, റൗട്ടിംഗ് ടേബിൾസ്, അതിലെല്ലാം നമുക്ക് ഇത് യൂസ് ചെയ്യാം, ഈ അൽഗരിതം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക, ഡൈക്സ്ട്രാ എന്ന് പറയുമ്പോൾ ഗ്രീഡി, നോ നെഗറ്റീവ്സ്, സിംഗിൾ സോഴ്സ്. ബെൽമാൻ ഫോർഡ് ആണെങ്കിൽ സ്ലോ ബട്ട് റോബസ്റ്റ്, ഹാൻഡിൽസ് നെഗറ്റീവ് എഡ്ജസ്, സിംഗിൾ സോഴ്സ് ആണ്. ഫ്ലോയ്ഡ് വാർഷൽ ആണെങ്കിലോ ഓൾ പെയർസ്, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഡെൻസ് ഗ്രാഫ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം അഡ്രസ് ചെയ്യുമ്പോൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.